ഗസ യുദ്ധം നീളുന്നതിനാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകൻ്റെ വിവാഹം നീട്ടിവെച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. സുരക്ഷാ കാരണങ്ങളാലായിരുന്നു വിവാഹ തീയതി മാറ്റിയത്. മകൻ അവനറിൻ്റെ വിവാഹം നവംബർ 26-നാണ് നിശ്ചയിച്ചിരുന്നത്. വടക്കൻ ടെലവീവിലെ റോണിത് ഫാമിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരുന്നത്. അതിഥികൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ മുൻനിർത്തിയായിരുന്നു വിവാഹം മാറ്റിവെച്ചത്. നെതന്യാഹുവിന് 2 മക്കളാണ്. രണ്ടാമത്തെ മകൻ യായിർ നെതന്യാഹു ഫ്ലോറിഡയിലാണ് താമസിക്കുന്നത്. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലയ്ക്ക് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന ഭീതിയിൽ മകന് കൂടുതൽ സുരക്ഷ ഒരുക്കണമെന്ന് നെതന്യാഹു ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. വിദേശത്തുള്ള ഇസ്രായേലികളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന രഹസ്യാന്വേഷണ സംഘം ഷിൻ ബെറ്റിന്റെ സംരക്ഷണത്തിലാണ് യായിർ നെതന്യാഹു ഉള്ളത്. 2023 ഏപ്രിൽ മുതൽ ഫ്ലോറിഡയിലെ മയാമിയിലാണ് 33-കാരനായ യായിർ നെതന്യാഹു കഴിയുന്നത്. ഇദ്ദേഹത്തിന്റെ സുരക്ഷാ ചെലവ് ഇസ്രായേലിൽ വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു. മയാമിയിൽ ഒരു അത്യാഡംബര അപ്പാർട്ട്മെൻറ്റിലാണ് യുവാവ് താമസിക്കുന്നത്. ഒരു ഡ്രൈവറും ഷിൻബെറ്റിൻ്റെ അതിസുരക്ഷാ വിഭാഗമായ യൂണിറ്റ് 730 നിന്നുള്ള 2 അംഗരക്ഷകരും യായറിനൊപ്പമുണ്ട്. പ്രതിവർഷം ഇദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് മാത്രമായി 25 ലക്ഷം ഇസ്രായേൽ ഷെകൽ, അതായത് ഏകദേശം 5.72 കോടി രൂപയാണ് ഇസ്രായേൽ ചെലവഴിക്കുന്നത്. ഇസ്രായേലിലെ ഉന്നത തലത്തിലുള്ള 7 പ്രമുഖർക്ക് മാത്രമാണ് യൂണിറ്റ് 730 സുരക്ഷയൊരുക്കുന്നത്. പ്രസിഡന്റ്, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, വിദേശമന്ത്രി, സെനറ്റ് സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരാണ് ആ പ്രമുഖർ. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള പ്രധാന വ്യക്തികൾക്കെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിലുള്ള മാഗൻ യൂണിറ്റാണ് സുരക്ഷയൊരുക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ മകന് ഇതേ പരിരക്ഷ നൽകുന്നത്. ഇതിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർന്നിട്ടുമുണ്ട്. നെതന്യാഹുവിന്റെ ഭാര്യ സാറയും അവനറും നെതന്യാഹുവിനൊപ്പം ഇസ്രായേലിലാണ് കഴിയുന്നത്. അമ്മയും സഹോദരനും ഇസ്രായേലിൽ കഴിയുമ്പോൾ ഗസയിലെ ആക്രമണത്തിലുടനീളം മയാമിയിൽ അത്യാഡംബര ജീവിതം നയിക്കുകയായിരുന്നു യായിർ നെതന്യാഹു. ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. നെതന്യാഹുവിന്റെ മകൻ യായിർ നെതന്യാഹുവിനെ അടിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാവ് നാമ ലാസിമിയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. പിതാവിനെ അടിച്ചതിനാലാണ് യായിറിനെ വിദേശത്തേക്ക് നാടുകടത്തിയതെന്നും നാമ ആരോപിക്കുന്നു. യായിറിന്റെ യുഎസിലെ സുരക്ഷാ ചെലവുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ശേഷമാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട്.